വർഗീയം ഞങ്ങൾ ഇവിടെ സമ്മതിക്കില്ല, BJP വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന UDF സർക്കാർ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ആ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് പരിശോധിക്കണം. മതമാണ് 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 എന്ന് പറഞ്ഞ ഒരു മന്ത്രി പാവപ്പെട്ട കുട്ടികൾക്ക് നടപ്പിലാക്കിയ PM ശ്രീ പുറത്താക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നു. നിയമപരമായ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട്, വന്ദേ മാതരം ആക്ട് ലംഘിക്കുന്നു. ആ ആക്ട് പാസ്സാക്കുമ്പോൾ ഒരു ഒറ്റ വാക്ക് പറയാണ്ടിരിക്കുന്ന UDF MPമാർ ഇന്ന് പാർലമെന്റ് ഡ്യൂലി പാസ്ഡ് ലോ ഓഫ് ഇന്ത്യ, ജനാധിപത്യം സംരക്ഷിക്കും ബഹുമാനിക്കും എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ലംഘിക്കുന്നു. വീർ സവർക്കറിന്റെ പേരിൽ ഒരു ടീച്ചറിനെ സസ്പെൻഡ് ചെയ്യുന്നു. അതേസമയം കുന്തറയിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറിന്റെ എതിരെ നടപടിയെടുക്കാൻ ഒരു പ്രയാസം അവർക്ക് കാണുന്നു. അപ്പൊ വർഗീയം ഉണ്ടാവില്ല. വർഗീയത ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂരിൽ പറഞ്ഞല്ലോ. നമ്മുടെ VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും ഇവരെല്ലാം വർഗീയ പാർട്ടികളല്ല, ജനാധിപത്യവും ഭരണഘടനയിൽ വിശ്വസിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത VD സതീശൻ ഇന്ന് മൊത്തം ചെയ്യുന്നത് വാഗ്ദാനം കൊടുക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, വർഗീയ രാഷ്ട്രീയം ചെയ്യുക. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ ബ്ലൈൻഡിൽ ചെയ്യുക. അത് നിയമലംഘനയാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നു. ഈ റിപ്പോർട്ട് കാർഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ അടുത്തുള്ള തമിഴ്നാട്ടിലെ സർക്കാർ, അത് BJPന്റെ സർക്കാരല്ല, വിജയന്റെ സർക്കാരാണ്. അവിടുത്തെ സർക്കാർ ഇന്റർ ഡിസ്ട്രിക്ട് ഫ്രീ യാത്ര സമ്മതിക്കുന്നു വനിതകൾക്ക്, സ്ത്രീകൾക്ക്. അവിടുത്തെ മുഖ്യമന്ത്രി 3 ഫ്രീ സിലിണ്ടർ പ്രഖ്യാപിക്കുന്നു. അതേസമയം ഈ 100 ദിവസം VD സതീശൻ ഒന്നും ചെയ്യാത്ത ആ 100 ദിവസത്തിൽ അടുത്തുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് അതിന്റെ റിപ്പോർട്ട് കാർഡ് നമ്മൾ മുമ്പോട്ട് വയ്ക്കാം.